ഇടുക്കി ഇരട്ടയാറിൽ കുടിവെള്ള ടാങ്ക് നിറഞ്ഞൊഴുകി വൻ നാശനഷ്ടം. വെള്ളം ശക്തിയായി ഒഴുകിയതോടെ സമീപത്തെ മരങ്ങൾ കടപുഴകി അടുത്തുണ്ടായിരുന്ന KSEB കോട്ടേഴ്സുകളുടെ മേൽക്കൂരയും തകർന്നു. ജെനിസ് രാജു ചേരുന്നുണ്ട്. ജെനി, ഏത് ഭാഗത്താണ് ഈ സംഭവം ഉണ്ടായത്? ഇത്രത്തോളം നാശനഷ്ടം ഈ ടാങ്കിൽ നിന്നുള്ള ഓവർഫ്ലോ വരുത്തിയിട്ടുണ്ട്? പ്രജീഷ്, ഇത് കട്ടപ്പനയ്ക്ക് സമീപം ഇരട്ടയാർ എന്ന് പറയുന്ന പ്രദേശത്താണ്. ഇവിടെ വാട്ടർ അതോറിറ്റിയുടെ കുടിവെള്ള ശുചീകരണ പ്ലാന്റ് ഇവിടെയാണ്. ഇവിടെ ഈ ശുചീകരണത്തിന് ശേഷം വെള്ളമെത്തുന്ന വാട്ടർ ടാങ്ക് അത് ഓവർഫ്ലോ ആയി ദിവസങ്ങളായി ഒഴുകുകയാണ്. ഇന്ന് രാവിലെയാണ് ഈ ഓവർഫ്ലോ മൂലം അവിടെ 4 മരങ്ങൾ കടപുഴകി വീണത്. ഈ കടപുഴകി മരങ്ങൾ വീണത് സമീപത്തുള്ള KSEBയുടെ ക്വാർട്ടേഴ്സിലേക്കാണ്. ഈ അപകടം നടക്കുന്ന സമയത്ത് ഇവിടെ ആളുകളുണ്ടായിരുന്നു. പക്ഷേ ശബ്ദം കേട്ട് ആളുകൾ പെട്ടെന്ന് ഓടി മാറി. പക്ഷേ ഈ ക്വാർട്ടേഴ്സുകൾക്ക് കാര്യമായിട്ടുള്ള നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട്. മേൽക്കൂര തകർന്നു എന്ന് തന്നെ പറയാം. അതോടൊപ്പം തന്നെ ഈ പ്രദേശത്ത് വീണ്ടും മണ്ണിടിച്ചിൽ ഭീഷണി നിലനിൽക്കുന്നു എന്നുള്ളതാണ്. ഇന്ന് മഴ പെയ്താൽ വീണ്ടും ഈ പ്രദേശത്ത് മണ്ണിടിയാൻ സാധ്യതയുണ്ട്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നല്ല മഴ ലഭിച്ചിരുന്നു. കൂടാതെ ഈ ഓവർഫ്ലോ ആയി വെള്ളം മണ്ണിലേക്ക് എത്തിയിരിക്കുന്നു. അതും അവിടെ വലിയ രീതിയിൽ അപകട ഭീഷണി ഉയർത്തുന്നുണ്ട്. ഏതായാലും പഞ്ചായത്തും വാട്ടർ അതോറിറ്റിയും ഇത് സംബന്ധിച്ച് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഈ ഓവർഫ്ലോ ഉണ്ടായപ്പോൾ അത് ജീവനക്കാർ കണ്ടില്ലേ എന്നതടക്കമുള്ള കാര്യങ്ങളാണ് പരിശോധിക്കപ്പെടേണ്ടത്. എങ്ങനെ ഓവർഫ്ലോ ഉണ്ടായി, ആ സമയത്ത് ജീവനക്കാരുടെ സാന്നിധ്യം ഇവിടെ ഉണ്ടായിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കപ്പെടണം. കൂടാതെ ഇനിയും മരങ്ങൾ കടപുഴകി വീഴാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ മരങ്ങൾ മുറിച്ചു നീക്കാനുള്ള നടപടികളും ഉണ്ടാകണം എന്നുള്ളതാണ് ഇപ്പോൾ KSEBയിലെ താമസക്കാർ ആവശ്യപ്പെടുന്നത്. പ്രജീഷ്, ശരി, ജെയിനാണ് വിവരം നൽകിയത്. ആ പ്രദേശവാസികളുടെ പ്രതികരണം ലഭ്യമാണ്, അതുകൂടി. അതെ, പെട്ടെന്ന് എന്നെ ആ ഓഫീസിലോട്ട് ഇവർ വിളിക്കുകയാണ് ചെയ്തത്. ഇവിടെ മരമെല്ലാം ഷീറ്റിന്റെ മണ്ടിലോട്ട് കിടന്ന് വീണെന്നുള്ളത്. അപ്പൊ നമുക്ക് എല്ലാം മിക്കവാറും ആഴ്ച 2-3 പ്രാവശ്യം ഇതിലെ വെള്ളം ഇങ്ങനെ വാട്ടർ അതോറിറ്റി ഉണ്ട് തൊട്ട് മുകളിൽ. അവിടെ നിന്ന് ഇങ്ങനെ വെള്ളം സ്ഥിരമായിട്ട് നമ്മുടെ വീടിന്റെ പുറകിൽ കൂടെ ഒഴുകാറുണ്ട്. ഒരു ഭീഷണിയാ. നമ്മളവരെ വിളിച്ച് പറയാറുണ്ട്. പക്ഷെ അത് ഇതുവരെ നടപടിയൊന്നും എടുക്കാം. ഇപ്പം അത് മോളിൽ കുറെ പഴയ ഇടിഞ്ഞു പോയ കോട്ടേഴ്സ് ഒക്കെ ഉണ്ട്. അതിന്റെ കുഴികളെല്ലാം വെള്ളം നിറഞ്ഞു കിടക്കുക. ആ വെള്ളമെല്ലാം വന്ന് അവിടെ തങ്ങിയിട്ടാണ് ഇപ്പൊ ഈ മണ്ണെല്ലാം ഇടിഞ്ഞിട്ട് നമുക്ക് ഇത്രയും ഭീഷണിയായിട്ട് മരങ്ങൾ മുഴുവൻ വീണത്. എന്തോ ഭാഗ്യം കൊണ്ടാണ് ഇപ്പൊ ഈ കുഞ്ഞുങ്ങളെ ഇതങ്ങളെല്ലാം രക്ഷപ്പെട്ടത്. പിന്നെ അപകടങ്ങൾ സംഭവിച്ചേക്കുന്നു. ഇപ്പൊ എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മരമെല്ലാം ഇത് കണ്ടോ, മരമെല്ലാം മൊത്തം പിഴുത് ഷീറ്റിന്റെ മണ്ടയിലേക്ക് വീണു. ഇടിഞ്ഞിരിക്കുന്നു. നമുക്ക് വീടിനകത്തെ കുറെ സാധനങ്ങളെല്ലാം പോയിട്ടുണ്ട്.